Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ലോസസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് വരും വർഷങ്ങളിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അതായത് ഓരോ വർഷവും കിട്ടുന്ന ഇൻകത്തിൽ നിന്നാണല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടങ്ങളെ നമ്മൾ നികത്താറുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ആ ഇൻകം അതിന് സഫീഷ്യൻ്റ് ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലാഭത്തിൽ നിന്ന് ഈ നഷ്ടം എപ്പോഴും ഫുൾ എമൗണ്ട് നികത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ നഷ്ടത്തിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വരും വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട്. അതിൽ ഓരോ പോയിന്റുകളായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ലോസ് എങ്ങനെയാണെന്നുള്ളതാണ്. അൺഒബ്സർവ്ഡ് ആയിട്ടുള്ള ലോസ് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട്. വരും വർഷങ്ങളിൽ ആ ഒരു ഇതേപോലെയുള്ള ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തു നിന്നാണ് എന്ത് ചെയ്യാറുള്ളത്, അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാറുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപയാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം വന്നെന്ന് വിചാരിക്കുക. അതിൽ 3 ലക്ഷം രൂപ നമുക്ക് ലോസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ 2 ലക്ഷം വരെ നികത്താൻ പറ്റില്ല. 1 ലക്ഷം എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ വരുന്ന ലോസുകൾ ഉണ്ടെങ്കിൽ അതിന് വരുന്ന 8 അസസ്മെൻറ്റ് ഇയർ വരേക്കും ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് ആ നഷ്ടം നികത്താം. അടുത്ത 8 അസസ്മെൻറ്റ് ഇയറിലേക്ക് വരാൻ പോകുന്ന 8 വർഷങ്ങളിലായിട്ട് അതിനെ നികത്തിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ലോസ് ഫ്രം ബിസിനസ് ആണ് അടുത്തത് പറയുന്നത്. ലോസ് ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം പീരീഡും വരാൻ പോകുന്ന 8 വർഷമാണ്. അതിനുള്ളിലാണ് നമ്മളത് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ് ലോസസ് എപ്പോഴും നമുക്കറിയാലോ, അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ബിസിനസ് ഇൻകത്തിൽ തന്നെയാണ്. അപ്പോൾ വരുന്ന 8 വർഷത്തെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് ആ ലോസിനെ നമുക്ക് നികത്തിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി അത് വേണമെങ്കിൽ ആ ഒരു ലോസിനെ ഇൻകർ ചെയ്യുകയോ അല്ലെങ്കിൽ മെ നോട്ട് ബി കണ്ടിന്യൂഡ്, ചിലപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലും മാക്സിമം വരുന്നൊരു സമയം എന്ന് പറയുന്നത് 8 വർഷമാണ് പറയുന്നത്. അതുപോലെ ലോസസ് ഉണ്ടെങ്കിലും അത് സെറ്റ് ഓഫ് ചെയ്യുന്നത് അസസ്സി അവർക്ക് ആർക്കാണോ ലോസ് ഉണ്ടായിരിക്കുന്നത്, പക്ഷേ ഒരു ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളോ അമാൽഗമേഷനോ സക്സഷൻ ഓഫ് ഡീമർജോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റൂൾ അവിടെ അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ ലോസാണ്. അപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള വർഷം എന്ന് പറയുന്നത് 4 വർഷക്കാലാണ് അത് നോട്ട് ചെയ്യുക. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ഇൻകം അല്ല, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ലോസ് ഫ്രം ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ വരുന്ന 8 വർഷത്തിനുള്ളിൽ നികത്തിയെടുക്കാം. പക്ഷേ സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ ലോസ് നമുക്ക് മാക്സിമം 4 അസസ്മെൻറ്റ് ഇയർ വരയ്ക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. വരുന്ന 4 വർഷത്തെ ലാഭത്തിൽ നിന്ന് അതിൻ്റെ ആ നഷ്ടത്തെ നികത്തിയെടുക്കാം. ഇനി സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ കേസ് ആണെങ്കിൽ അത് എപ്പോഴാണോ അത് കംപ്ലീറ്റ് ആവുന്നത് അതുവരേക്കും അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എത്ര വർഷം എടുത്തിട്ടാണോ അത് കംപ്ലീറ്റ് ആവുന്നത് അത്രയും വർഷം തന്നെ, അല്ലാണ്ട് ഇത്ര വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് അവിടെ നമുക്ക് പറയുന്നില്ല എന്നാണ് പറയുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് അടുത്തൊരു പോയിന്റ് പറയുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാരി ഫോർവേഡ് ആവുന്നതും മാക്സിമം 8 വർഷത്തേക്കാണ്. അത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസിലൂടെ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാപിറ്റൽ ലോസ്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിലോ അത് ഇതേപോലെ 8 വർഷത്തേക്ക് തന്നെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മെജോറിറ്റിയും 8 വർഷമാണ്. അതിൽ സ്പെസിഫൈഡ് ബിസിനസ്സിന് മാത്രം സമയമില്ല, അല്ലാത്ത ഹൗസ് പ്രോപ്പർട്ടിയും ബിസിനസ്സും 4 വർഷമാണെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ്. ഹോഴ്സ് റേസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടെങ്കിലും അത് അടുത്ത 4 വർഷത്തേക്കാണത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 4 വർഷമുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 4 വർഷമുള്ളത് സ്പെക്കുലേഷൻ ബിസിനസ്സും ഹോഴ്സ് റേസും ആണ്. ബാക്കിയെല്ലാം 8 ഇയേഴ്സ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലോസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു, അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വരുന്ന 8 വർഷമാണ് അതിൻ്റെ ആ ഒരു നഷ്ടം നികത്തിയെടുക്കാൻ ഇവിടെ തരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, ഒരു ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഓർഡറിൽ പറയുമ്പം ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ലെവലിൽ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതായത് എന്തെങ്കിലും സയൻറ്റിഫിക് റിസർച്ചും പ്രൊമോഷനും ഓഫ് ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന ഈ രണ്ടാമത് പ്രിഫറൻസ് ഇതിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പിന്നെ വരുന്നതാണ് ക്യാരി ഫോർവേഡ് ആയിട്ടുള്ള ബിസിനസ് ലോസ്. മൂന്നാമത്തെ സ്ഥാനമാണ് ഇത്തരത്തിലുള്ള ബിസിനസ് ലോസുകളെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. നാലാമത് വരുന്നത് ഇതുവരേക്കും സെറ്റ് ഓഫ് ചെയ്യാൻ വിച്ച് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ഇൻകം. ഏതൊരു ഇൻകം ഉണ്ടെങ്കിലും നമുക്ക് സെറ്റ് ഓഫ് ചെയ്തെടുക്കാൻ പറ്റുന്ന
ഒരു വിഭാഗമാണ് ഏത് അൺഅബ്സോർബ്ഡ് ആയി കിടക്കുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ. ഇവിടെ ഇന്നതന്നെ അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമെന്നില്ല. എന്ത് ഇൻകം കിട്ടുകയാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷനെ വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്, സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് അതേപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ആയി കിടക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആദ്യം ലൈവായിട്ടുള്ളതിന് ആദ്യം കൊടുക്കുക, പിന്നെ അൺഅബ്സോർബായി കിടക്കുന്നതിന് ഏറ്റവും അവസാനമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഓർഡറിൽ വേണം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി. ആദ്യം നമ്മൾ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസുകൾ. അതിനുശേഷം നമ്മൾ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഇവിടുന്ന് തുടങ്ങുകയാണ്. അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷനും അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണ് പിന്നെ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തിയറി കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ മിസ്റ്റർ രാമകൃഷ്ണൻ സബ്മിറ്റ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്, സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് 9500, പ്രോഫിറ്റ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ്, ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റി, ഇൻകം ഫ്രം സ്പെക്കുലേഷൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, LTCG ഒക്കെ തന്നിട്ടുണ്ട്. ഫോളോയിങ് ഐറ്റംസ് ഹാവ് ബീൻ ബ്രോട്ട് ഫോർവേഡ് ഫ്രം പ്രിസീഡിംഗ് അസസ്മെൻറ്റ് ഇയർ. ഇനി താഴെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഐറ്റംസ് അസസ്മെൻറ്റ് ഇയറിലേക്ക് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ഒന്ന് ലോസ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ്, പിന്നെ അൺഅബ്സോർബ്ഡ് ആയിട്ട് ഡിപ്രീസിയേഷൻ, സ്പെക്കുലേഷൻ ലോസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പ്രിസീഡിംഗ് അസസ്മെൻറ്റ് ഇയറിലേക്ക് ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. കൂടാതെ കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷൻ നോട്ട് പ്രൊവൈഡഡ്, കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, 500 രൂപ ഉണ്ട് പക്ഷെ അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിരുന്നു 9500. അപ്പം നമുക്ക് അടുത്ത അതിൽ കൊണ്ടുവരേണ്ട ഐറ്റം ഏതായിരുന്നു, ലോസ് ഉണ്ടായിരുന്നു ഹൗസ് പ്രോപ്പർട്ടിയിൽ 3000, അത് ലെസ് ചെയ്ത് ബാലൻസ് 6500 കാണിക്കുക. പിന്നെ ബിസിനസ് ഇൻകം എടുക്കുക, ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞ് പിന്നെ ബിസിനസ് ഇൻകം. അപ്പോൾ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം 19600 അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് ഡിപ്രീസിയേഷൻ നമുക്ക് എവിടെ നിന്നും അത് സെറ്റ് ഓഫ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ കറണ്ട് ഡിപ്രീസിയേഷനാണ് ആദ്യം നമ്മൾ കുറയ്ക്കേണ്ടത്. കറണ്ട് ഡിപ്രീസിയേഷൻ 500 രൂപ ഇവിടെ കുറച്ചു, 19100. ഇനി നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കേണ്ടത് ബിസിനസ് ലോസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് 4600. അപ്പോൾ ആദ്യം കറണ്ട് ഡിപ്രീസിയേഷൻ എടുത്തു, പിന്നെ ബിസിനസ് ലോസ് എടുത്തു, അപ്പോൾ കുറച്ചപ്പോൾ 14500 വന്നു. അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണം, അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് 1000 രൂപ, അതും കൂടി കുറച്ചപ്പോൾ 13500 വന്നു. ആ ഒരു കാറ്റഗറി അവിടെ കഴിഞ്ഞു. ഇനി സ്പെക്കുലേഷൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൽ നിന്ന് സ്പെക്കുലേഷൻ്റെ ലോസും നമ്മൾ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ വീണ്ടും എന്തായി, അതിനുള്ള മതിയായ അളവിലുള്ള ലാഭം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വീണ്ടും അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടി വന്നു. ആകെ ഉള്ളത് 1900 രൂപയുള്ളൂ, 4000 രൂപ ലോസ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ എത്ര രൂപ പോകുള്ളൂ, 1900 മാത്രം കഴിച്ചിട്ട് ബാലൻസ് എന്ത് ചെയ്തു, 2100 അടുത്ത വർഷത്തേക്ക് നീക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്, ക്യാപിറ്റൽ ഗെയിൻ നോക്കുക. അതിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് 3200 തന്നിട്ടുണ്ട്. അതിൽ തന്നെ അതിൻ്റെ ലോസിനെ ബ്രോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു 1200. ആ ബാലൻസ് എന്ത് ചെയ്തു, അതിൽ 3200 നിന്ന് 1200 കുറച്ചപ്പോൾ 2000 രൂപയാണ് അവിടെ ഉള്ളത്. LTCG 1400 ഉണ്ട്, അതിൻ്റെ ലോസ് ഉണ്ട്, ആ 400 കുറച്ചപ്പോൾ 1000 രൂപ. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്, ഓരോ ഹെഡായിട്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ഗ്രോസ് ടോട്ടൽ ഇൻകം ചെയ്യുമ്പം ഫസ്റ്റ് ഹൗസ് പ്രോപ്പർട്ടി ചെയ്യുക, അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുക, ക്യാപിറ്റൽ ഗെയിൻ ചെയ്യുക, അതർ സോഴ്സിലേക്ക് വരിക. അതർ സോഴ്സിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, ആകെ ഇൻകം ഫ്രം സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ എടുത്ത് എഴുതി. അപ്പോൾ ഇത്രയാണ് എന്തുണ്ടാവുന്നത്, ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടലാണ് ഈ ഒരു കോളത്തിൽ വരുന്ന ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് കണക്കാക്കേണ്ട വിധം. അതിൻ്റെ ആ ഓർഡർ അടക്കമാണ് നമ്മളിപ്പം ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം അവർക്ക് എന്തൊക്കെയുള്ള ഡീറ്റെയിൽസ് തന്നു, അതിൽ ഏതൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ലോസുകളെന്ന് ഡീറ്റെയിൽസ് തന്നു. അപ്പോൾ അതാത് ഇൻകത്തിൽ നിന്ന് അതാത് ലോസുകൾ ലെസ് ചെയ്തു നമ്മൾ. അതിൽ കറണ്ട് ഡിപ്രീസിയേഷൻ നമുക്ക് എവിടെ നിന്നും ചെയ്യാം, പിന്നെ ആ സെറ്റ് ഓഫ് ചെയ്യേണ്ട ഓർഡർ നമുക്കറിയാം. ഫസ്റ്റ് കറണ്ട് ഡിപ്രീസിയേഷൻ, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്തായിരുന്നു, ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം, പിന്നെ അൺഅബ്സോർബ്ഡ് ആയിട്ട് ഡിപ്രീസിയേഷനും ആയിരുന്നു പിന്നെ നെക്സ്റ്റ് വന്ന പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്ന ടോട്ടലായിട്ട് ഒരു ക്യാപിറ്റൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി അവിടെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്,
LTCG ഉണ്ട് ആൻഡ് LTCL തന്നിട്ടുണ്ട്. ഇത്രയായിട്ടാണ് പെർട്ടിക്കുലേഴ്സ് ആയി തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ ബിസിനസ് ലോസ് ഒരു 30,000 ഉണ്ട്. ഇവിടെ ഫുൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോസുകളെ കുറിച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നിരിക്കുന്നത്. ബിസിനസ് ലോസ് ഒരു 30,000, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഒരു 8,000, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വരുന്നുണ്ട് 6,000, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 6,000 വരുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ആകെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയിലത്തെ ഇൻകം എന്ന് പറയുന്നത് 18,000 ആണ്. അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യേണ്ടത് എന്താണ്? ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് ആണ്. അതായത് 8,000 ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 10,000 ആണ് അതിൻ്റെ ബാലൻസ് വരുന്നൊരു എമൗണ്ട്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകമാണ് ഇത് കാണിക്കുന്നത്. അടുത്ത ഹെഡിങ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ആണ്. ബിസിനസ് 80,000 ആണ്. അതിൽ നിന്ന് തന്നെ ലോസ് ലെസ് ചെയ്യുക. അപ്പോൾ 30,000 ലെസ് ചെയ്തു, ബാലൻസ് 50,000. മൂന്നാമത്തെ ഹെഡിങ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഷോർട്ട് ടേം ഗെയിൻ എത്ര കിട്ടിയിട്ടുണ്ട്? 8,000 ഉണ്ട്. അതിൽ നിന്ന് അതിൻ്റെ ലോസ് ലെസ് ചെയ്തു 6,000, ബാലൻസ് 2,000. ഇനി LTCG നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 50,000. LTCL കിട്ടിയിരിക്കുന്നത് 24,000. അപ്പോൾ അതിൽ നിന്ന് ലെസ് ചെയ്തു, ബാലൻസ് 26,000 ഉണ്ട്. 26,000 നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ലെസ് LTCL ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഒരു 6,000 കൂടിയിട്ട്. അപ്പോൾ ആ എമൗണ്ട് കൂടിയാണ് ഇവിടെ കാണിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആദ്യത്തെ കേസ് 50,000 ഇത് സിൽവറിൻ്റെ നഷ്ടമാണ് കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് 26,000 കിട്ടി. ആ 26,000 നമ്മൾ ഏത് കുറച്ചു? LTCLൻ്റെ ക്യാപിറ്റൽ ലോസ് ഒരു 6,000 കൂടിയിട്ട് കുറച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ 20,000 വന്നു. അങ്ങനെ ഈ ഒരു 3 ഹെഡും കൂടി നമുക്ക് കൂട്ടുമ്പോൾ ആകെ വരുന്നത് എന്തായിരുന്നു? 82,000 ആണ് ഇവിടെ നമുക്ക് ആകെ വരുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഇതിൽ ഇൻകം ഫ്രം സാലറി അടക്കമുണ്ട്, കമ്പ്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് എ, ഹൗസ് ബിയിൽ നിന്നുള്ള നഷ്ടം, ബിസിനസ് എക്സിൽ നിന്ന് ലാഭമുണ്ട്, ബിസിനസ് വൈ നിന്ന് ലാഭമുണ്ട്, ബിസിനസ് സെഡിൽ നിന്ന് നഷ്ടമുണ്ട്. അതേപോലെ പ്രോഫിറ്റ് ഫ്രം ഷെയർ ബിസിനസ്സിൽ, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ലാഭം, സ്പെക്കുലേറ്റീവ് എന്നുള്ള നഷ്ടം, ലോങ് ടേം ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ഇൻകം ഫ്രം കാർഡ് ഗെയിം ഉണ്ട്, വിന്നിങ് ഫ്രം ലോട്ടറി ഉണ്ട്, ലോസ് ഫ്രം ഹോഴ്സ് റേസ് ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി കൂടി തന്നുകൊണ്ട് ഫസ്റ്റ് ഹെഡ് എന്താണ്? ഇൻകം ഫ്രം സാലറി അല്ലേ, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇൻകം ഫ്രം സാലറി 1,70,000 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം ഇൻകം ഫ്രം ഹൗസ് എ ആണ്. എയിൽ നിന്ന് ലാഭമാണ് 40,000, ബിയിൽ നിന്ന് ലോസ് ആണ്. അപ്പോൾ നമ്മൾ ലോസ് എന്ത് ചെയ്തു? കുറച്ചു. അപ്പോൾ 62,000 കുറച്ച്. അപ്പോൾ ബാലൻസ് നഷ്ടം അടുത്ത വർഷത്തേക്ക് എത്ര ഉണ്ട്? -22,000 ഉണ്ട്. പിന്നെ ബിസിനസ് എക്സിൽ നിന്ന് ലാഭം ഉണ്ടെന്ന് പറഞ്ഞു. അതെത്ര? 60,000. ബിസിനസ് വൈയിൽ നിന്ന് ലാഭം കിട്ടി 70,000. പക്ഷേ ബിസിനസ് സെഡിൽ നിന്ന് ലോസ് ഉണ്ടായത്. അപ്പോൾ ആ ലോസ് 25,000 കുറച്ചു. അപ്പോൾ ബാലൻസ് 1,05,000 ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്നത് സ്പെക്കുലേഷൻ ബിസിനസ് നിന്ന് പ്രോഫിറ്റ് 90 കിട്ടിയിട്ടുണ്ട്. അതേ ബിസിനസ് നിന്ന് നഷ്ടം 1,80,000 ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ലോസിന് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 90 മാത്രമേ പോകുള്ളൂ, ബാക്കി 90 അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇനി ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ട് 25,000. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ലെസ് ചെയ്യാവുന്നതാണ്. അത് -40,000 ആണ്. കുറയ്ക്കുമ്പോൾ 15,000 വരുന്നുണ്ട്. അപ്പോൾ അതും നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ലോസാണ്. കാർഡ് ഗെയിം എന്നുള്ള ഇൻകം 10,000 ഉണ്ട്. ലോട്ടറി വിൻ ചെയ്ത് 50,000 ഉണ്ട്. പിന്നെ അതിൽ അപ്പോൾ അത് രണ്ടും വിൻ ചെയ്തല്ലേ, ലാഭമല്ലേ, അപ്പോൾ അത് എഴുതി. പിന്നെ നമുക്കുള്ള ഹോഴ്സ് റേസിൻ്റെ ഒരു ലോസും കൂടിയുള്ളത്, അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വരുന്നത് ടോട്ടൽ എത്രയാണ്? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ സാലറി ആയി, ഹൗസ് പ്രോപ്പർട്ടി ആയി, ക്യാപിറ്റൽ ഗെയിൻ ആയി, അതേപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സുകളായി. അങ്ങനെ 4 ഹെഡ് എന്നുള്ളത് കിട്ടിയപ്പം ടോട്ടൽ എന്തായി? ഗ്രോസ് ടോട്ടൽ ഇൻകം 3,13,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. കാരണം ഈ ഒരു ഹോഴ്സ് റേസ് എന്ന് വരുന്ന ആ ഒരു ലോസിന് നമുക്ക് വേറെ ഏതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാരി ഫോർവേഡ് മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം അതിന് എന്തെങ്കിലും ഇൻകം അതിൽ നിന്ന് ഉണ്ടായാൽ മാത്രമാണ് നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ ക്യാരി ഫോർവേഡ് ആയിട്ട് കിടക്കുന്നുള്ളതാണ്. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതൊക്കെ അവിടെ ആ എമൗണ്ട് എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതാണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് മാത്രം അവിടെ കാണിക്കുക.
ക്യാരി ഫോർവേഡ് ചെയ്യുന്നതെല്ലാം ഈ കോളത്തിൽ എഴുതുക. നമുക്ക് മൈനസ് ചെയ്ത് ബാലൻസ് വരുന്ന ഐറ്റംസ് മാത്രമാണ് ഇപ്പുറത്തേക്ക് എഴുതാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ഇതിൽ കണ്ടത്. കാരണം ഇൻകം അങ്ങനെ തന്നെ എഴുതി, ഹൗസ് പ്രോപ്പർട്ടിന്ന് ലെസ് ചെയ്ത് ബാലൻസ് ഇവിടെ കൊടുത്തു. പിന്നെ എക്സും വൈയും എന്നൊക്കെ അതിൽ നിന്നൊക്കെയുള്ള ലാഭം വന്ന് അതിലത്തെ ഒരു കമ്പനി നഷ്ടമായപ്പം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം ഇത് മൈനസ് ചെയ്യുമ്പോഴുള്ള ആ എമൗണ്ടുകളാണ് ഇവിടെ കാണിച്ചത്. അപ്പം പക്ഷെ 5 ഹെഡിൽ നിന്നുള്ളത് വേണം. അപ്പോൾ സാലറിയിൽ നിന്ന് ഇതേ ഉള്ളൂ. ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് മൈനസ് ചെയ്യുമ്പം എന്താണോ വരുന്നത് അതിവിടെ കാണിക്കേണ്ടി വരും. പിന്നെ പ്രോഫിറ്റ് ബിസിനസ് എന്നുള്ളത് ലാഭം എല്ലാം എടുത്തു, അതിന് നഷ്ടം കുറച്ചു. അപ്പോൾ ഇവിടെ വീണ്ടും കാണിക്കാൻ നമുക്കിവിടെ ഉണ്ട്. അടുത്തത് സ്പെക്കുലേഷൻ്റെ അതേപോലെ ചെയ്തപ്പം അവിടെ നമുക്ക് എന്താണ് അതിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള നഷ്ടമേ ഉള്ളൂ, എമൗണ്ട് ആയിട്ട് കാണിക്കാൻ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ക്യാരി ഫോർവേഡ് പറഞ്ഞ് കാണിക്കാം. STCL അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ അത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 25-ൽ 40 മൈനസ് ചെയ്തപ്പോൾ -15 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ആ ലോസാണത്. കാർഡ് ഗെയിമിൽ നിന്ന് വിൻ ചെയ്തു, ലോട്ടറിയിൽ നിന്ന് വിൻ ചെയ്തു, അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് ഇപ്പുറത്ത് എഴുതി. ഹോഴ്സ് റേസ് ഒന്നും ചെയ്യാനില്ല, ക്യാരി ഫോർവേഡ് മാത്രമേ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ടോട്ടലിൽ കാണിക്കാൻ പറ്റില്ല, അതിവിടെ എഴുതി. അപ്പോൾ ഈ 4 ഹെഡിൽ നിന്ന് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഏത് കാണേണ്ടത്, ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുന്ന രീതി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നിപ്പം എന്തൊക്കെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ലോസുകൾ, എത്ര വർഷത്തേക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഏതൊക്കെ ലോസുകൾ എവിടെ നിന്നൊക്കെയാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക, എത്ര വർഷം വരയ്ക്ക് അതങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, എത്ര അസസ്മെൻറ്റ് ഇയർ വരേക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ്, ഏതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം നമ്മളിവിടെ എക്സസൈസ് 5ഉം 6ഉം ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, 7 വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ 5th സെമസ്റ്ററിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ സബ്ജക്റ്റുകൾ ഏതാണോ വേണ്ടത് അതിൻ്റെ മാത്രം വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. കാരണം മിക്സ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അത് തിരഞ്ഞു പിടിക്കൽ ബുദ്ധിമുട്ടായിരിക്കും, കണ്ടിന്യൂറ്റി പോവും അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്തിട്ട് സബ്ജക്റ്റ് ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ആ സബ്ജക്റ്റിൻ്റെ അവിടെ അവൈലബിൾ ആയിരിക്കും. 5th സെമസ്റ്ററിൻ്റെ 4 സബ്ജക്റ്റും ഓൾറെഡി അപ്ലോഡഡ് ആണ്. നമ്മളിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് ഈ ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ. അതും എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് 2019 ബാച്ചിൻ്റെ പറയുമ്പം 19, 20, 20, 21, 21, 22. അപ്പോൾ 21, 22-ലത്തെ ഒന്നും 22, 23, 24 അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 3 നമ്മൾ എക്സാമിനോട് അടുത്ത് തന്നെ വിത്ത് ആൻസേഴ്സ് തന്നെ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതുകൂടി അത് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിൻ്റെ റിസൾട്ടും എക്സാം പാറ്റേണും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ ആ ഏതോ ടോപ്പിക്കാണോ മുന്നേ ചോദിച്ചത് അതിനോട് അടുത്ത് നിൽക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിത്ത് ആൻസേഴ്സ് തന്നെ വീഡിയോസ് മാക്സിമം ചെയ്തിരുന്നു. അത് മാത്രം നോക്കി പഠിച്ചു പോയ കുട്ടികൾക്ക് വരേക്ക് നല്ലൊരു 60-65 വരെയും സ്കോർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ക്ലാസ്സുകളും നമ്മൾ ഇപ്രാവശ്യം തരുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇനി ആ ഡേയ്സ് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം 5-ാം തീയതിയാണ്. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ എന്ന് പറയുമ്പം കറക്റ്റായിട്ട് ഒരു 30 ദിവസം പോലും തികച്ചില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം ഓരോ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. പിന്നെ ഡൗട്ടുകളുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് വേഗം റെഫർ ചെയ്ത് പോകണമെങ്കിലൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നോക്കി പോയാൽ മതിയാകും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറും എനിക്ക് കിട്ടുന്ന വാല്യൂഷന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ കീയും അല്ലാതെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കുറേ കാര്യങ്ങളും ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവസാന സമയത്തേക്ക് വെക്കാതെ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതും കൂടി ഒന്ന് ഒരുമിച്ച് നോക്കി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൻഡ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്